അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും മണി ചെയിൻ കേരളത്തിൽ സജീവമായിരിക്കുകയാണ്. നമ്മൾ പലപ്പോഴും പുതിയ തട്ടിപ്പിൽ ഇരയാകുന്നത് ഇതൊരു മണി ചെയിൻ ആണെന്ന് തിരിച്ചറിയാതെയാണ്. ഈ അടുത്ത കാലഘട്ടങ്ങളിലായി വളരെ സജീവമായി കൊണ്ടിരിക്കുന്ന ക്രിപ്റ്റോ ട്രേഡിംഗ്, അതുപോലെ തന്നെ ഫോറക്സ്, സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ ട്രേഡിംഗ്, ഈ ട്രേഡിങ്ങിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്ന രൂപത്തിലാണ് ഈ മണി ചെയിനിന്റെ പുതിയ ഇരകളായിക്കൊണ്ടിരിക്കുന്ന ആളുകൾ അതിൽ പെട്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു പുതിയ പ്രത്യേക സാഹചര്യം എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. പലപ്പോഴും ഈ ട്രേഡിംഗ് എന്ന് പറയുന്നതിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഒരു പ്രോഡക്റ്റോ സർവീസോ ഒന്നും നമ്മളെ കയ്യിൽ കിട്ടുന്നില്ലെങ്കിൽ പോലും നമ്മുടെ പണം ഒരു വാലറ്റിൽ, ഒരു ഡിമാറ്റ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവുകയും അവിടെ ക്രെഡിറ്റ് ആയതിനു ശേഷം ട്രേഡിംഗ്, ഏത് കോപ്പി ട്രേഡിംഗ് പോലെ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ട്രേഡിംഗ് ആക്ടിവിറ്റീസ് നമുക്ക് കാണാൻ കഴിയും. അതേ സമയത്ത് ഈ ആക്ടിവിറ്റീസ് ഒന്നും കാണാൻ കഴിയാത്ത ഒരു ക്രിപ്റ്റോ എന്ന് പറയുന്നത് പുതിയൊരു കറൻസിയാണ്. ഈ പുതിയ കറൻസിയുടെ സാഹചര്യം, അതുപോലെ തന്നെ ട്രേഡിംഗ് എന്ന് പറയുന്ന ആക്ടിവിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സാഹചര്യവും കൂടി മുതലെടുത്തുകൊണ്ടാണ് പുതിയ മണി ചെയിൻ രംഗത്ത് വന്നിട്ടുള്ളത്. അത് നമുക്ക് വളരെ കൃത്യമായി മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് തിരിച്ചറിയാൻ പറ്റുള്ളൂ. ഒന്നാമത്തെ കാര്യം, ഇവിടെ നമ്മൾ മണി ചെയിൻ എന്ന് പറയുന്നത് ഒരു പ്രോഡക്റ്റോ സർവീസോ ഇല്ലാതെ മണി സർക്കുലേറ്റ് ചെയ്യുന്നതിന്, പണം സർക്കുലേറ്റ് ചെയ്യുന്നതിന് നിയമം മൂലം വിലക്കപ്പെട്ടിട്ടുള്ള രാജ്യമാണ് നമ്മുടെ രാജ്യം. അപ്പോൾ ഇതിൽ പെട്ടുപോകുന്ന ക്രിപ്റ്റോ കറൻസിയുടെ മണി ചെയിൻ മാർക്കറ്റിൽ പെട്ടുപോകുന്നതിന് കാരണം നമ്മൾ ഓൾറെഡി പ്രോഡക്റ്റും സർവീസും ഇല്ലാതെ ട്രേഡിങ്ങിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നൊരു സാഹചര്യം നിലവിലുണ്ട്. അതുകൊണ്ട് തന്നെ ആ സാഹചര്യത്തെ മുതലെടുത്തുകൊണ്ടാണ് ഇത്തരം ആളുകൾ ഈ പ്രോഡക്റ്റോ സർവീസോ ഇല്ലാതെ പണം സ്വീകരിച്ചുകൊണ്ട് അത് ഈ പഴയ കാലത്തെ നമ്മുടെ പണം സർക്കുലേറ്റ് ചെയ്യുന്നത് പോലെ ഈ ക്രിപ്റ്റോ കറൻസിയെ മുകളിലുള്ള ആളുകളിലേക്ക് സർക്കുലേറ്റ് ചെയ്തുകൊണ്ട് യാതൊരു പണവും, യാതൊരു പ്രോഡക്റ്റും, യാതൊരു സർവീസും ഇല്ലാതെ ഈ പണം സർക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം ഇപ്പോൾ പുതുതായി രംഗത്ത് വന്നിട്ടുള്ളത്. ഇത്തരം തട്ടിപ്പുകളെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് നമ്മൾ ആർക്കെങ്കിലും ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിയമപരമായി ഒരിക്കലും വാലിഡ് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഒരിക്കലും ക്രിപ്റ്റോയിലൊക്കെ ട്രേഡ് ചെയ്യുന്നതിന് വേണ്ടി ആരുടെ അടുത്തും ഇൻവെസ്റ്റ് ചെയ്യരുത് എന്നാണ്. ഇനി അഥവാ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ പോലും അത് കൃത്യമായി ട്രേഡിംഗ് ആക്ടിവിറ്റി തന്നെയാണ് നടക്കുന്നത് എന്ന് നമ്മൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. കാരണം വീണ്ടും മണി ചെയിൻ രംഗത്തെത്തിയിട്ടുണ്ട്. ഈ മണി ചെയിനിൻ്റെ കുഴപ്പം എന്താണെന്ന് ചോദിച്ചാൽ, അത് ഒരു പിരമിഡ് സിസ്റ്റം പോലെ ഒന്നിൽ നിന്ന് ഒരുപാട് ആളുകളിലേക്ക് പകർന്നു പിടിക്കുന്ന, എന്നാൽ ഏറ്റവും താഴെ തട്ടിലുള്ള ആളുകളുടെ എണ്ണം മുകളിലുള്ള മുഴുവൻ ആളുകളുടേക്കാൾ കൂടുതലായിരിക്കും. അതുമാത്രമല്ല, അത് വെറും പണം സർക്കുലേറ്റ് ചെയ്യുക എന്നതിനപ്പുറത്തേക്ക് നമ്മുടെ പണം നമ്മളിൽ നിന്ന് വാങ്ങി മറ്റുള്ളവർക്ക് വിതരണം ചെയ്യുന്നു എന്നതല്ലാത്ത ഇൻകം ജനറേറ്റ് ചെയ്യുന്ന യാതൊരു സോഴ്സും അതിലില്ല എന്നത് തിരിച്ചറിയേണ്ടതുണ്ട്. അത് തീർച്ചയായിട്ടും ഒരുപാട് ആളുകളെ വഞ്ചിക്കാനുള്ള കാരണമാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. എല്ലാവരും മനസ്സിലാക്കുന്നു, എല്ലാവരും ശ്രദ്ധിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.